എന്റെ പൊന്നു റാണി, ഞാൻ ഇപ്പൊ വേദാന്തനോട് വഴക്കിട്ട് വന്നാലും അപ്പോഴെല്ലാം നീ എന്നോട് സ്ട്രൈക്ക് കാണിക്കും. ഞാൻ കറക്റ്റായിട്ട് പെട്രോൾ അടിച്ചപ്പോ നീ ഓയിൽ തീർത്തു. നടു റോട്ടിൽ കൂടെ എന്നെ വണ്ടി തള്ളിച്ച് നാണം കെടുത്തുവല്ലേ. നിനക്ക് ഞാൻ റാണിപ്പട്ടാ തന്നെ. മാത്രമല്ല വീട്ടിലുള്ള ഒരാളെ പോലെ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടും നിനക്ക് എന്നോട് ദേഷ്യമാണല്ലേ? വേദാന്തനെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞതാ. അപ്പൊ ഞാനാ വലിയ ആളായിട്ട് എനിക്ക് എന്റെ റാണിയുണ്ട്, അതിന്റെ ആവശ്യമില്ലെന്ന് വലിയ ഡയലോഗ് അടിച്ചേ. എന്നിട്ട് നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് വണ്ടി തള്ളിച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യല്ലേ. നിന്നെ വർക്ക്ഷോപ്പിലാക്കിയിട്ട് ഞാൻ വല്ല ഉഴിച്ചിലും പോകേണ്ടി വരും. 1-2 മാസം കൂടെ കഴിഞ്ഞ കല്യാണം നടക്കേണ്ടവളാ ഞാൻ. ഈ സമയത്ത് ഇങ്ങനെ വണ്ടിയും തള്ളി വെയിലും കൊണ്ട് നടന്നാലേ കറുത്ത് കരിഞ്ഞ് കരിപ്പാത്രം പോലെ ആയി പോയില്ലേ ഞാൻ. എനിക്ക് ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? പറ. എടി കഴുതേ, നിന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ? നീ ഓഫീസിൽ നിന്ന് റാണിയെ തള്ളിക്കൊണ്ട് വരുന്നത് ഞാൻ കണ്ടിരുന്നു. എന്താ അവിടെ വെച്ചേ കണ്ടെന്നോ? പിന്നെ എന്താ താൻ വരാത്തത്? ഞാൻ ഈ വണ്ടിയും തള്ളിക്കൊണ്ട് വരുന്ന കണ്ട് രസിക്കായിരുന്നോ? അത്രയ്ക്ക് രസമുണ്ടായിട്ടല്ല, നിന്റെ ഈഗോയും ദേഷ്യവും ഒക്കെ ഒന്ന് കുറയട്ടെന്ന് ഞാൻ വിചാരിച്ചു. അയ്യോ പാവം, ഈഗോ എന്ന് പറഞ്ഞ എന്താന്ന് പോലും അറിയാത്ത രീതിയിലല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ. എന്നെക്കാളും കൂടുതൽ ഈഗോ നിനക്കാ. ഹെഡ് വെയിറ്റിന്റെ കാര്യത്തിൽ നീ ഫേമസ് അല്ലേ? പാവല്ലെന്ന് വിചാരിച്ചു വന്നപ്പോ എന്നോട് ദേഷ്യപ്പെടാ? ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് വന്നേക്കാം വലിയ ആളിനെ പോലെ. സിമ്പതി കാണിച്ച് രക്ഷപ്പെടാനുള്ള ബുദ്ധിയല്ലേ നിനക്ക്? നിന്റെ ദേഷ്യം മാറുന്ന വരെ മിണ്ടണ്ടെന്ന് വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പ്രേമിച്ചു തുടങ്ങിയാലേ ഈ ബ്രെയിന് പറയുന്നതൊന്നും ഹാർട്ട് കേൾക്കില്ലല്ലോ. പക്ഷെ ഹാർട്ട് പറയുന്നത് ബ്രെയിനിന് കേട്ടേ പറ്റൂ. ഇതിനൊന്നും ഒരു കുറവുമില്ല. ശരി, എന്തായാലും വന്നതല്ലേ, ബാക്കി നീ തള്ളിക്കും. ഹലോ, എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? എന്താ നമ്മുടെ കല്യാണം കഴിഞ്ഞാലേ നിന്റെ കോട്ട് എവിടെ, നിന്റെ ഷർട്ട് എവിടെ, നിന്റെ ചാർജർ എവിടെ, നിന്റെ വാച്ച് എവിടെ, നിന്റെ ലാപ്ടോപ്പ് എവിടെയെന്നൊക്കെ ഞാൻ അന്വേഷിക്കണ്ടേ? നമ്മുടെ കല്യാണം നടക്കാൻ പോവാ. എനിക്ക് വേണ്ടി ഇത്രയും ചെറിയ ഹെൽപ്പ് പോലും ചെയ്യാൻ പറ്റില്ലേ? എന്റെ ഗുരുവായൂരപ്പ, നീ ഒന്ന് മിണ്ടാതിരുന്ന ഞാൻ ഹെൽപ്പല്ല, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. നിന്റെ വായൊന്ന് മൂടി വെച്ചാ മതി. ലൈഫ് ലോങ് എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നെ എന്നെ ഇങ്ങനെ സ്നേഹിക്കില്ലേ? ഓഫ് കോഴ്സ് യെസ്, അതെന്റെ ജന്മാവകാശമാ. ഞാൻ നേരത്തെ പറഞ്ഞൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട, വെറുതെ തമാശക്ക് പറഞ്ഞതാ. സോറി, ഇനി ഞാൻ ഇറിറ്റേറ്റ് ചെയ്യില്ലേ? നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നിർത്തിയാലേ ഞാൻ നിന്നെ കല്യാണം പോലും കഴിക്കില്ല. നീ എന്നെ ഇങ്ങനെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യണം, ഞാൻ അതിന് തിരിച്ച് കൗണ്ടർ തരികയും ചെയ്യും. ഈ ജനങ്ങളൊക്കെ നമ്മളെ എങ്ങനെയാ വിളിക്കുന്നേ? ടോമാഞ്ചറി ജോഡിന്നല്ലേ? ഓഫ് കോഴ്സ് യെസ്, അത് തന്നെയല്ലേ എന്നെ കഴുതേന്റെ സീക്രട്ട്. വാ. എന്തോ ധ്രുവയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ എൻഗേജ്മെന്റിന് പോലും വന്നില്ല. ഒന്ന് വിളിച്ചേക്കാം. ഹായ് ആദ്യ, സുഖമല്ലേ നിനക്ക്? നീ എന്തിനാ അതൊക്കെ അറിയില്ല? ഇവൾക്ക് ഇതെന്ത് പറ്റി? നല്ല കഥയാണല്ലോ ഇത്. വീട്ടിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? നീ എന്തിനാ ഈ വീട്ടിലുള്ളവരെയൊക്കെ കുറിച്ച് അന്വേഷിക്കുന്നേ? ഞങ്ങളായിട്ട് നിനക്ക് പിന്നെ ഒരു ബന്ധമില്ലല്ലോ. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നല്ലാതെ പിന്നെ എന്താ ചേട്ടാ? അല്ല, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടന്റെ എൻഗേജ്മെന്റിന് നീ ഇപ്പൊ ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നോ? തിരിച്ചു പറയാനായിട്ട് നിന്റെ കയ്യിൽ ഉത്തരവൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻഗേജ്മെന്റ് നടക്കുന്ന സ്ഥലത്ത് നീ വന്നു എന്നും ഞങ്ങൾ ആരെ മീറ്റ് ചെയ്ത് നീ പോയി എന്നും ഞങ്ങൾക്ക് അറിയാം. അല്ല, നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമാവില്ലേ?
ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ നീ അവിടുന്ന് പോയതിന്റെ കാര്യം എന്താ? സോറി ആദ്യ, എന്റെ സാഹചര്യങ്ങൾ നിനക്കും അറിയില്ലേ. നിന്നോടും വിക്കിയോട് സംസാരിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ചേട്ടനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചാ മിണ്ടാതെ വന്നത്. ദേ ധ്രുവ, വെറുതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയല്ലേ. ശരിയാ, ചേട്ടന് നിന്നോട് ദേഷ്യമുണ്ട്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ധ്രുവ, അതൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എല്ലാം പഴയതുപോലെ ആവില്ല ആദ്യ. ശരി, അങ്ങനെ തന്നെ വിചാരിക്കാം. ചേട്ടന് പണ്ട് നിന്നോട് ദേഷ്യമായിരുന്നു. അന്ന് ആ ദേഷ്യത്തിന്റെ പുറത്താ എല്ലാവരും മുന്നിൽ വെച്ച് നിന്നോട് പുറത്തു പോകാനൊക്കെ പറഞ്ഞത്. അതവൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ. പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നില്ലേ. ഇപ്പോ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചു. അവൻ എൻജോയ് ചെയ്തോട്ടെ എന്ന് കരുതിട്ടെ ഞാൻ ഇറങ്ങിപ്പോന്നേ. ആയിക്കോട്ടെ, എല്ലാത്തിനും ഉത്തരം പിന്നെ നിനക്ക് അറിയാലോ. മറ്റുള്ളവരുടെ അഭിപ്രായം നീ കേൾക്കാറുമില്ല. പ്ലീസ് സാധ്യ, അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരാ ഉള്ളത്? ഇതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടായാൽ മതി. ഞാനും വെക്കിച്ചേട്ടനും നിന്നെ എന്തുമാത്രം മിസ് ചെയ്തെന്നറിയോ നിനക്ക്? അല്ല, നിനക്ക് ഇങ്ങോട്ടേക്ക് വന്നാലെന്താ? ചേട്ടനോട് ഞങ്ങൾ സംസാരിച്ചോളാം. എന്തായാലും അച്ഛനും പിന്നെ മുത്തശ്ശിയും സപ്പോർട്ട് ചെയ്യും. അമ്മ എതിര് നിൽക്കുകയില്ല. എന്തു പറയുന്നു? ആരൊക്കെ കൂടെ നിന്നാലും ആ സുഹാസിനി ഇതിന് അനുവദിക്കില്ല ആദ്യം. അവര് കാരണമാണല്ലോ ഞാൻ ആ കുടുംബത്തിൽ നിന്ന് പുറത്തായത്. ഹലോ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എന്തെങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ? കേൾക്കുന്നുണ്ട് ആദ്യ. എനിക്ക് അവിടെ വരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേദാന്തി ചേട്ടനാ. ചേട്ടനായിട്ട് മനസ്സറിഞ്ഞ് വിളിക്കുന്നത് വരെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? എല്ലാം നടക്കും. ഞാൻ വന്നാൽ ചേട്ടൻ ഇഷ്ടപ്പെടില്ല ആദ്യ. ചേട്ടാ, ഇത് നിന്റെ ഫാമിലിയാ. ഈ ഫാമിലിയിലുള്ള ഒരാൾ അനാഥനെ പോലെ എങ്ങനെ നടക്കുന്നത് ഞങ്ങൾ എങ്ങനെ സഹിക്കും? അതെന്റെ വിധി ആദ്യ. എനിക്കായിട്ട് അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ തലവര ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. ശരി, നീ ഇങ്ങനെ സന്യാസിമാരെ പോലെ ഒന്നും സംസാരിക്കണ്ട. എത്രയും പെട്ടെന്ന് നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഞാൻ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ശരി മോളെ, ഈശ്വരൻ തീരുമാനിക്കട്ടെ. മോളെ ആദ്യ, നീ ആരോടെ സംസാരിച്ചോണ്ടിരുന്നേ? ധ്രുവ ചേട്ടനോടാണ് അമ്മേ. ചേട്ടനെ പഴയതുപോലെ വീട്ടിലെത്തിക്കാൻ വേണ്ടിട്ടാ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ആ കാര്യം വേദാന്തേട്ടനോട് സംസാരിച്ചേ പറ്റൂ. പക്ഷെ ചേട്ടൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നല്ല പേടിയുണ്ട്. ഞാനും ആദ്യം അത് ചിന്തിച്ചത് ആദ്യ. പക്ഷേ ഈ കാര്യത്തില് വേദാന്ത് ശരിക്കും റിയാക്ട് ചെയ്യുന്ന ഉറപ്പാ. അമ്മേ, ചേട്ടൻ എന്തായാലും അമ്മ പറയുന്നത് കേൾക്കാതിരിക്കില്ല. അമ്മയെ ഭയങ്കര റെസ്പെക്റ്റും ആണല്ലോ. അതുകൊണ്ട് അമ്മ തന്നെ ചേട്ടനോട് ഇതൊന്നും സംസാരിക്കണം. എന്റെ മോളെ, ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നേ? ധ്രുവയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ എത്രയോ പ്രാവശ്യം വേദാന്തിനോട് സംസാരിച്ചതാ. പക്ഷേ വിഷയം ധ്രുവയാണെന്ന് അറിഞ്ഞ പിന്നെ അവനത് കേൾക്കാൻ പോലും നിൽക്കാറില്ല. അതുമല്ല, എന്നോട് പോലും അതിനെക്കുറിച്ച് സംസാരിക്കില്ല. അമ്മ ഒരിക്കൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പ്ലീസ്. ആദ്യ, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവൻ നല്ല സന്തോഷത്തിലേ. വെറുതെ ധ്രുവയുടെ കാര്യം സംസാരിച്ച് അവന്റെ ഈ സന്തോഷം കളയാൻ എനിക്ക് ഒട്ടും മനസ്സില്ല. പിന്നെ സമയവും സൗകര്യം നോക്കി ഞാൻ സംസാരിച്ചോളാം. അതുവരെയെങ്കിലും ഈ കാര്യത്തിൽ നീ ഒരു ക്ഷമ കാണിക്ക്. ശരി അമ്മേ. എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, ആ ദരിദ്രവാസി അമൂല്യ ഈ വീട്ടിലേക്ക് കയറി വരുന്നത് തടയാൻ വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ആ ധ്രുവയെ കൂടി വലിച്ചു കയറ്റാഞ്ഞിട്ടാ. എന്റെ ശത്രുക്കളെയൊക്കെ ഈ കുടുംബത്തേക്ക് വിളിച്ചു കയറ്റി നീയൊക്കെ കൂടെ പാർട്ടി നടത്താൻ പോവാണോ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വീടിന്റെ പടി ചവിട്ടാൻ ഞാൻ ആ ധ്രുവയെ സമ്മതിക്കില്ലേ. അവൻ ആ ദരിദ്രവാസികളുടെ വീട്ടിൽ നിന്ന് ഓട്ടോ ഓടിച്ച് അവന്റെ ജീവിതം തീർക്കട്ടെ. മൊബൈലിൽ ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് നിൽക്കുന്ന പോലെയാ തോന്നുന്നേ. കുറച്ചു മുൻപ് മീനെ വിളിച്ചിട്ട് 3 മണിക്കൂറാ സംസാരിച്ചേ. അടുത്ത് വിളിക്കുന്നതിന് മുൻപ് ചാർജ് ചെയ്യട്ടെ. അളിയൻ, നമ്മുടെ ഈ പൊട്ടൻ സുമേഷ് കുറച്ചധികം നാളായിട്ടൊരു മീനുവിന്റെ പേരും പറഞ്ഞിട്ട് നടക്കുന്ന ശ്രദ്ധിച്ചില്ലേ? ആരാണെന്ന് ചോദിച്ചാ മീനു എന്ന പേരല്ലാതെ വേറൊരു ഇൻഫർമേഷൻ തരുന്നില്ല. ഇവനെ പ്രേമിക്കുന്ന ആ ഹതഭാഗ്യ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ.
അതത്ര വലിയ കാര്യമൊന്നുമല്ല, ഞാൻ ഇപ്പൊ തന്നെ അത് കണ്ടുപിടിച്ചു തരാം. എടോ സുമേഷേ, ഇങ്ങൊന്ന്. ഇതാ വരുന്നു സാറേ. പറയൂ സാർ. താനിവിടെ എനിക്ക് ചെറിയൊരു ഹെൽപ്പ് ചെയ്ത് തരണം. അതാണല്ലോ എന്റെ ജോലി, പിന്നെന്താ? അത് എന്റെ കാറിൽ പെട്രോൾ കഴിഞ്ഞിരിക്കുക, അതൊന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് വരും. കീ പ്ലീസ്. ഹലോ ജെന്റിൽമാൻ, ക്യാഷ് തരൂ. ശരി ആയിക്കോട്ടെ, അക്കൗണ്ടന്റിനെ വാങ്ങിക്കോട്ട് വെക്കോളാം. അളിയ, സുമേഷ് ബുദ്ധിമാൻ തന്നെയാ. പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. അളിയ 24 മണിക്കൂർ മീനു മീനൊന്ന് പറയുന്നതല്ലേ, എം എന്ന് പാറ്റേൺ ട്രൈ ചെയ്ത് നോക്ക്. അയ്യോ, ഇവൻ ഇത്രയും ബുദ്ധിയോ? ആ, എസ് എന്ന് വരച്ചു നോക്കി. ആ, അളിയ എല്ലാം ട്രൈ ചെയ്ത് നോക്കി. മാത്രമല്ല ഇതിലെ പാസ്വേഡ് നമ്മൾ കൂടുതൽ ട്രൈ ചെയ്താലേ ഇത് പിന്നെ ലോക്കായി പോകും. ഇനി എന്ത് ചെയ്യും? ആ, മീനു ഡാർലിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. കറക്റ്റ്. പക്ഷേ അളിയ, മറ്റൊരാളുടെ ഫോൺ ചെക്ക് ചെയ്യുന്നത് തെറ്റല്ലേ? മാറ്റി വെച്ചേക്ക്. ഏയ് അളിയ, സുമേഷ് എന്താ പുറത്തുള്ള ആളാ? അവൻ നമ്മുടെ ആളല്ലേ. ബ്രദർ ഫ്രം അനദർ മദർ എന്ന് കേട്ടിട്ടില്ലേ? അളിയ, ആ മീനുന്റെ കോൾ വരുന്നുണ്ട്. ആണോ? എന്നാ കോൾ എടുക്ക്, കോൾ എടുക്ക്. ഹലോ ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? ഈ ഫോണിൽ വേറെ ആര് സംസാരിക്കാനാണ്? ഞാൻ സുമേഷിന്റെ ഒരു ഫ്രണ്ടാണ്. ഓ, സുമേഷ് പുറത്തു വരികയാണല്ലോ. പക്ഷെ പോയത് എന്തിനാണെന്ന് നിങ്ങളോട് പറയണോ വേണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്. അപ്പോ പ്രശ്നമൊന്നുമില്ല, കാര്യം പറയാം. എന്താണെങ്കിലും പറഞ്ഞോളൂ, പ്രശ്നമില്ല. ഞാൻ സുമേഷിന്റെ ക്ലോസ് ഫ്രണ്ടാ. ക്ലോസ് ഫ്രണ്ട് ആണോ? സുമേഷിന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പുറത്തേക്ക് പോയിരിക്കാം. ഫോണിൽ ചാർജ് ഇല്ല. അപ്പൊ ഫോൺ ഒന്ന് ചാർജിലിട്ടിട്ട് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയുള്ളൂ. എന്താ ഗേൾ ഫ്രണ്ടോ? സത്യമാണോ പറയുന്നേ? ഞാനെന്തിനാ നിങ്ങളോട് കള്ളം പറയുന്നേ? എനിക്കങ്ങനെ ആരോട് കള്ളം പറയേണ്ട കാര്യമില്ല. ഓ, സുമേഷിന് വേറെയും കാമുകി ഉണ്ടായിരുന്നല്ലേ? ഇനി എന്നെ വിളിക്കാൻ വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. സുമേഷ് എന്നെ ഇത്രയും നാളും പറ്റിക്കുകയായിരുന്നെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സുമേഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അളിയ, അവന്റെ കാര്യത്തിൽ തീരുമാനാക്കിയത് നമ്മൾ തന്നെയല്ലേ? ഇതിന്ന് എടുക്കുന്നേ? വേണമെങ്കിൽ വേറെ വാങ്ങി കഴിക്കേ. കൊതിയായിട്ട് കഴിക്കുന്നതാ. എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമല്ല. ഞാൻ കുറച്ച് ഹെൽത്തി ഡയറ്റില്ല. പിന്നെ ഇതെന്തിനാ വാങ്ങിയത്? ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇത് എങ്ങനെയാ കഴിക്കുക? അത് കൂടുതലല്ലേ? ഇപ്പൊ നീ എന്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടാ വാങ്ങിച്ചത്. എനിക്ക് ഇന്ന് ലേശം തന്നാ മതി. ഇതിന്ന് കുറച്ചുകൂടെ ഇനി വേണ്ട, നീ കഴിച്ചോ. എന്റെ റാണി ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അത് ഇന്നും ഇന്നലെ അല്ല, ഞാൻ കാണുന്ന കാലം തൊട്ടേ ഇത് ഇങ്ങനെ തന്നെയല്ലേ. ഇതിനൊരു മാറ്റമില്ല. വെറുതെ അതിനെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഹേയ്, ഞാൻ എന്തിനാ ഇവളെ കുറ്റം പറയുന്നേ? ഇവളെ ഞാൻ സർവീസിന് കൊടുത്തിട്ട് ഒരുപാട് നാളായില്ലേ, അതുകൊണ്ടാ എന്നോട് പിണങ്ങിയിരിക്കുന്നെ. മെക്കാനിക് ഷോപ്പിൽ പോയി ഒരു കുപ്പി ഗ്ലൂക്കോസ് വാങ്ങി കുടിച്ചാൽ എല്ലാം ശരിയാവും. അതെ അമൂല്യ, അത് മെക്കാനിക് ഷോപ്പിൽ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. മ്യൂസിയത്തിൽ വെക്കേണ്ട പുരാവസ്തുവാ. അതെ, മിണ്ടി പോരുത്. മര്യാദയ്ക്ക് സോറി പറ. നിനക്കെന്റെ റാണിയുടെ വാല്യൂ അറിയാഞ്ഞിട്ടാ. ഇതിന് വിലയേക്കാളേറെ ഫീലിങ്സാ ഉള്ളത്. ആ, ഇത് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന അച്ഛനാ. എന്റെ കയ്യിൽ വന്നേ പിന്നെ ഇതിന് ഫീലിങ്സ് ഒക്കെ ഉണ്ടായത്. അച്ഛന്റെ കയ്യിലിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഓടിച്ചു തുടങ്ങിയപ്പോ ഒരു ദിവസം ആക്സിഡന്റ് ആയി. മേ ബി അതിനുശേഷമായിരിക്കും ഇവൾക്ക് മനുഷ്യന്റെ ഭാഷ മനസ്സിലാവാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത്
എന്റെ റാണിയുടെ മേലില് ഏതോ ഏലിയന്റെ പ്രേതം കയറിയിട്ടുണ്ടെന്നോ. ആർ യു കിഡിങ് മീ? സീരിയസ്ലി? എന്തൊക്കെ പൊട്ടത്തരവാ നീ പറയുന്നത്? ഇങ്ങനെ ഓരോ വിഡ്ഢിത്തരങ്ങൾ പറയുന്ന നിനക്ക് ശരിക്കും നല്ലൊരു അവാർഡ് തരണത്. സംസാരിക്കുന്ന ഒരു തെറ്റാണോ? ഉണ്ടാതായാലേ എന്റെ ജീവൻ പോയ പോലെ. അല്ലെ, ഈ കാണുന്നവരൊക്കെ എന്തെങ്കിലും ചിന്തിക്കുമെന്ന് ഓർത്ത് നിനക്കൊരു പേടിയുമില്ലേ? ഈ നാട്ടുകാരെന്ത് പറയുന്നു വിചാരിച്ചാലേ ജീവിക്കാൻ പറ്റില്ല. സമൂഹം പറയുന്നത് പെൺകുട്ടികൾ എപ്പോഴും കരഞ്ഞോണ്ട് വീട്ടുകാർ പറയുന്ന കേട്ട് ജീവിക്കണമെന്ന്. എനിക്കതൊന്നും പറ്റില്ല. അതാ ഞാൻ ഇങ്ങനെ. ഇപ്പോഴത്തെ ആൾക്കാരൊന്നും അങ്ങനെ വിചാരിക്കാറില്ല. നമ്മുടെ സൊസൈറ്റി ഒരുപാട് മാറിപ്പോയി, പ്രയോറിറ്റീസും മാറിയിട്ടുണ്ട്. സമൂഹം തനിയെ മാറിയതൊന്നും അല്ല. ഇപ്പൊ പെൺകുട്ടികൾ കുറച്ച് സ്ട്രോങ് ആയി പ്രശ്നങ്ങളെയൊക്കെ നേരിടുന്നത് കൊണ്ടാ സമൂഹം മാറിയത്. ഇപ്പൊ ഒരു പെൺകുട്ടി അവളുടെ ഇഷ്ടത്തിന് ജീവിച്ച് അവളുടെ മനസ്സിലുള്ളതുപോലെ സംസാരിച്ച് നടന്നാലേ ഈ സമൂഹത്തിനത് തീരെ ദഹിക്കില്ല. അവരതിനെ അനുവദിക്കുകയില്ല. നീ എന്താ ആൺകുട്ടിയാണെന്നുള്ള ചോദ്യം സ്ഥിരം വരും. അതാ സഹിക്കാൻ പറ്റാത്ത. ഒരു പെൺകുട്ടി ക്യൂട്ടായിട്ട് സംസാരിച്ച നീ ചൈൽഡിഷ് ആണല്ലോ എന്ന് പറയും. ഈ സമൂഹത്തിന്റെ ലോജിക്ക് ചേട്ടാ, സോറി ചേട്ടാ. ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? കണ്ണ് തന്നെയല്ലേ ഇരിക്കുന്നത്. സൈക്കിൾ ഓടിക്കാൻ അറിയില്ലെങ്കിൽ എന്തിനാ റോഡിലേക്ക് ഇറങ്ങിയ? സൈക്കിൾ ഓടിച്ചിട്ട് തനിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? വന്നടിച്ചത് അവനല്ലേ, എന്നിട്ട് എന്നെ വഴക്ക് പറയുന്നു. എല്ലാത്തിനും ഇങ്ങനെ ബഹളം വെക്കാതെ ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്ക്. അല്ല, എന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? തെറ്റ് ചെയ്തത് അവനല്ലേ, എന്നിട്ട് അവനെ വഴക്ക് പറയാതെ എന്നെ വഴക്ക് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നത്? ആയിക്കോട്ടെ, അതിന് ഈ റോഡ് സൈഡിൽ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കണോ? എടാ സത്യം പറ, തെറ്റ് ചെയ്ത നീയല്ലേ? അതെ സിസ്റ്റർ, തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയാ. അതെ ബ്രദർ, അവളിങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ട് താൻ എന്തിനാ സമ്മതിക്കാൻ പോകുന്നേ? ആരെന്ത് പറഞ്ഞാലും താൻ അത് കേൾക്കുവോ? അതെ, നമ്മുടെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവനെയാണോ ചെയ്യുന്നത്? അതെങ്ങനെ ശരിയാവും? ഏയ് ബ്രദർ, ഇവള് പറയുന്ന കേട്ടൊന്നും പേടിക്കണ്ട. ഇവൾ ഇങ്ങനെ തന്നെയാ. ഇവളെ എനിക്ക് തലവേദനയാ. വേദ, മിണ്ടാതിരിക്കുന്ന നല്ലത്. ബ്രദർ, ഇതൊന്നും കണ്ട് ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കിക്കോളാം. വഴക്കിട്ട് കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ജോഡികളല്ലേ നിങ്ങള്? നിങ്ങൾക്കിടയിൽ വന്ന് ഞാൻ എന്ത് പറയാനാ? എന്നെ വിട്ടേക്ക് സാർ. ബ്രദർ, താനെന്നാ പൊയ്ക്കോളൂ. ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ല. ഓക്കെ, ശ്രദ്ധിച്ചു പോണേ. ഫസ്റ്റ് എയ്ഡ് വെക്കണം കേട്ടോ. മെല്ലെ പോയാ മതി. കണ്ണൻ ചേട്ടാ, കണ്ണൻ ചേട്ടാ. കണ്ണൻചേട്ടൻ എന്ത് പറ്റി? കണ്ടിട്ട് എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്? കണ്ണൻചേട്ടൻ നിന്നെ കണ്ടിട്ടാ മിണ്ടാതെ തിരിച്ചുപോയത്. ആര്? കണ്ണൻചേട്ടനോട് നിനക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ലോ.